നോക്കിക്കേ, ടു മെത്തേഡ്സ് ഓഫ് റെപ്രസെന്റിങ് എ സെറ്റ്. ഒരു സെറ്റ് റെപ്രസെന്റ് ചെയ്യുന്ന രണ്ട് മെത്തേഡ്സ് ഉണ്ട്. അത് ഏതൊക്കെയാന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് മെത്തേഡ് റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബുലാർ ഫോം. ഇതെന്ന് പറയുന്നത് ഓൾ എലമെന്റ്സ് ഇൻ എ സെറ്റ് ആർ ബീയിങ് സെപ്പറേറ്റഡ് ബൈ കോമ ആൻഡ് ആർ എൻക്ലോസ്ഡ് വിത്തിൻ ബ്രേസസ്. അതായത് ഒരു സെറ്റിലുള്ള എലമെന്റ്സിനെ നമ്മൾ എന്ത് വെച്ച് സെപ്പറേറ്റ് ചെയ്യുന്നു? ഓരോ എലമെന്റ്സിനെയും ഓരോ കോമ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് കൊടുക്കുന്നു? ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുന്നു. എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം അല്ലെ. നോക്കിക്കേ, ദ സെറ്റ് ഓഫ് ഓൾ ഈവൻ പോസിറ്റീവ് ഇൻഡിജേഴ്സ് ലെസ് ദാൻ 7. അതായത് ഈവൻ പോസിറ്റീവ് ഇൻഡിജറുകളുടെ സെറ്റ്. ആ ഈവൻ പോസിറ്റീവ് ഇൻഡിജറുകളുടെ സെറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് ലെസ് ദാൻ 7. 7ന് താഴെയുള്ള എല്ലാ ഈവൻ പോസിറ്റീവ് ഇൻഡിജേഴ്സ് അടങ്ങിയിരിക്കുന്ന ഒരു സെറ്റ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻഡിജേഴ്സ് നമുക്കറിയാം എന്ത്? നെഗറ്റീവ് വാല്യൂസും പോസിറ്റീവ് വാല്യൂസും എല്ലാം വരുന്നതാണ് എന്ത്? ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത്. അതിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ ആണ് എന്ത്? ഇസഡ്. ഓക്കെ, പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻഡിജേഴ്സ് എന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ഇതങ്ങ് എഴുതാൻ പോവരുത്. ഓക്കെ, ശ്രദ്ധിക്കേണ്ടത് ഈവൻ ആയിരിക്കണം. മാത്രമല്ല ഈവനും ആയിരിക്കണം, അത് പോസിറ്റീവും ആയിരിക്കണം. അപ്പൊ നമുക്ക് എന്താണ്? ഈ നെഗറ്റീവ് സൈഡ് വേണ്ട, പോസിറ്റീവ് സൈഡ് മതി. ആ പോസിറ്റീവ് സൈഡിൽ ഈവൻ ആയിട്ടിരിക്കുന്നതും 7 കാട്ടി താഴെയുള്ള നമ്പേഴ്സും എടുക്കുക. അപ്പൊ ഈവൻ ഏതൊക്കെയാണ് ഇവിടെ? 2, 4, 6. ലെസ് ദാൻ 7 ആണ്, അപ്പൊ 7 എടുക്കണ്ട. ഓക്കെ, അപ്പൊ ആ സെറ്റ് എങ്ങനെ വരും? സെറ്റ് 2, 4, 6 എന്ന് വരും. അപ്പൊ 3 എലമെന്റ്സ് ഉണ്ട്. ആ 3 എലമെന്റ്സിനെയും നമ്മൾ എന്താണ്? ഓരോ കോമ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യുകയും ചെയ്തു, ബ്രാക്കറ്റ്സ് ഇട്ട് ഒഴുക്കുകയും ചെയ്തു. അതായത് ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ റോസ്റ്റർ ഫോമിലേക്ക് എഴുതാൻ പറഞ്ഞാൽ ഇങ്ങനാണ് എഴുതേണ്ടത്. നെക്സ്റ്റ് നോക്കാം, ദ സെറ്റ് ഓഫ് ലെറ്റേഴ്സ് ഫോമിംഗ് ദ വേർഡ് സ്കൂൾ. അതായത് സ്കൂൾ എന്ന് പറയുന്ന ആ ഒരു വേർഡ് ഫോം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ലെറ്റേഴ്സ് ഉണ്ടല്ലോ, ആ ലെറ്ററുകളുടെ സെറ്റ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഏതൊക്കെ ലെറ്റേഴ്സ് ആയിരിക്കും നമുക്ക് സ്കൂൾ എന്ന് പറയുന്ന ഒരു വേർഡ് ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതൊന്ന് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത്? ഏതൊക്കെ ആയിരിക്കും? സ്കൂളിന്റെ സ്പെല്ലിംഗ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതങ്ങ് എന്ത് ചെയ്താൽ മതി? റോസ്റ്റർ ഫോമിൽ എഴുതിയാൽ മതി. എസ് കൊടുക്കുക, കോമ, സി കൊടുക്കുക, കോമ, എച്ച് കൊടുക്കുക, കോമ, ഓ കൊടുക്കുക, കോമ. ഇനി ഈ ഒരു ഓ ഇടണോ? വേണ്ട. എന്താണ്? റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതൊന്നും നമ്മൾ ഇടേണ്ട ആവശ്യമില്ല. റെപ്പറ്റീഷൻ എന്താണ്? വേണ്ട. അതിപ്പോ ലെറ്റേഴ്സ് ആണെങ്കിലും നമ്പേഴ്സ് ആണെങ്കിലും എന്താണ്? റിപ്പീറ്റ് ആയിട്ടുള്ളത് എഴുതേണ്ട ആവശ്യമില്ല. അതായത് അപ്പം ഒരു ഓ എഴുതിയാൽ മതി. അത് കഴിഞ്ഞിട്ട് എല്ലു എടുക്കുക. ഓക്കെ, അപ്പൊ എന്താണ്? നമുക്ക് ആ സെറ്റ് കിട്ടിക്കഴിഞ്ഞു. മനസ്സിലായല്ലോ? ഓക്കെ, സെക്കൻഡ് ആണ് സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്താ നോക്കാം. We describe the element of a set by using the symbol x. അതായത് സെറ്റിലുള്ള ഒരു എലമെന്റിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിമ്പിൾ ആണ് എക്സ്. ഓക്കെ, അടുത്ത് വിച്ച് ഈസ് ഫോളോഡ് ബൈ എ കോളൻ. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് കൊടുക്കും? ഒരു കോളൻ ഇട്ട് കൊടുക്കും. ആഫ്റ്റർ ദ സൈൻ ഓഫ് കോളൻ വി റൈറ്റ് എ ക്യാരക്ടറിസ്റ്റിക്സ് പ്രോപ്പർട്ടി പൊസസ്ഡ് ബൈ ദ എലമെന്റ് ഓഫ് ദി സെറ്റ്. അതായത് ഈ എക്സ് കൊടുത്തു കഴിഞ്ഞു, കോളൻ കൊടുത്തു കഴിഞ്ഞു, കോളൻ കൊടുത്തു കഴിഞ്ഞിട്ട് ഈ സെറ്റിലുള്ള എലമെന്റ്സ് ഒരു കോമൺ ആയിട്ടൊരു പ്രോപ്പർട്ടി അവർക്ക് കാണും, ഈ എലമെന്റ്സിനെല്ലാം കൂടി. ആ പ്രോപ്പർട്ടി നമ്മൾ എവിടെ എഴുതും? അതിനുശേഷം എഴുതും. അതായത് സെറ്റ്, വേറൊരു സെറ്റ് ബിൽഡ് ചെയ്യാനുള്ള ഒരു ഫോമാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്. അതായത് ബ്രാക്കറ്റ് ഇടുക. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ എന്ത് പറഞ്ഞു? എക്സ് കൊടുക്കും. എക്സ് കഴിഞ്ഞ് എന്ത് കൊടുക്കും? ഒരു കോളൻ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് സെറ്റിലുള്ള എലമെന്റ്സ് കാണിക്കുന്ന ഒരു കോമൺ പ്രോപ്പർട്ടി നമ്മൾ അവിടെ സ്റ്റേറ്റ്മെന്റ് പോലെ എഴുതും. അല്ലെങ്കിൽ ഏത് രീതിയിൽ വേണേലും, മാത്തമാറ്റിക്കലി ഏത് രീതിയിൽ വേണേലും നമ്മൾ എഴുതും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ റോസ്റ്റർ ഫോം അല്ലെങ്കിൽ സെറ്റിന്റെ രീതിയിൽ എഴുതുന്നത്, കോമയിട്ട് ബ്രാക്കറ്റ് ഒക്കെ ഇട്ട് എഴുതുന്നത്. ഇതിനെ പറയുന്ന പേരാണ് എന്ത്? സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്. സെറ്റിനെ ബിൽഡ് ചെയ്യാനുള്ള ഒരു ഫോം, ദാറ്റ് ഈസ് സെറ്റ് ബിൽഡർ ഫോം. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. V is equal to set x. X is a vowel in English alphabet. V എന്ന് പറയുന്നത് എന്താണ്? ഒരു സെറ്റ് ആണ്. വവ്വൽ ആയതുകൊണ്ടാണ് വി എന്ന് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ആ സെറ്റ് എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. എക്സ് എടുത്തു. ഓക്കെ, ആ എക്സ് കഴിഞ്ഞിട്ട് കോളൻ കൊടുത്തു. ആ എക്സിനെ അവിടെ എന്തായിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്?
എക്സ് ഈസ് എ വവൽ ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ഒരു വവൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ സെറ്റ് എങ്ങനെ വരും? ഇംഗ്ലീഷ് ആൽഫബറ്റിലെ വവൽസ് പറഞ്ഞേ എ ഇ ഐ ഒ യു ആണ്. ഓക്കെ, അതിനെ കോമ വെച്ചിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തു. അതായത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പറഞ്ഞു, നമ്മൾ എന്താണ് പറഞ്ഞത്? എക്സിനെ, അതായത് സെറ്റിലുള്ള എലമെന്റ്സ് എന്ത് സാറ്റിസ്ഫൈ ചെയ്യുന്നു? ഒരു കോമൺ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഇപ്പം ഈ എയും ഇയും ഐയും ഒയും യുവും എടുത്ത് നോക്കിയാൽ എന്താണ്? അവരെല്ലാം എന്താണ്? വവൽസ് ആണ്. ഓക്കെ, അല്ലാതെ വേറൊരു ഇതായിട്ട് നമുക്ക് അതിനെ പറയാൻ കഴിയുന്നില്ല. നമുക്ക് പറയാൻ പറ്റും ആൽഫബറ്റ്സ് ആണെന്ന് പറയാൻ പറ്റും, പക്ഷെ അതിനെക്കാട്ടി ഒന്നുകൂടി എന്താണ് ചെയ്യുന്നത്? ഇതെല്ലാം വവൽസ് ആണ്. അപ്പൊ ഒരു കോമൺ ആയിട്ടൊരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന എന്താണ്? വവൽസ് ആണ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. അപ്പൊ ഇതെന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ബിൽഡർ ഫോമും. ഈ സെറ്റ് ബിൽഡർ ഫോമിനെ നമ്മൾ എന്താക്കി കഴിഞ്ഞു? റോസ്റ്റർ ഫോം ആക്കി കഴിഞ്ഞു. സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു സെറ്റിനെ ബിൽഡ് ചെയ്യാനുള്ളൊരു ഫോമാണ് സെറ്റ് ബിൽഡർ ഫോം. ഓക്കെ, മാത്രമല്ല അത് നമ്മൾ വായിക്കുന്നത് ദ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ വവൽ ഓഫ് ദി ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഈ സെറ്റ് ബിൽഡർ ഫോമിനെ നമ്മൾ വായിക്കുന്നതാണ് ഇങ്ങനെ. ഇനി നമുക്ക് അടുത്ത് നോക്കാം. എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് എങ്ങനെയാ നോക്കിക്കേ. എക്സ് കോളൻ കൊടുത്തു, അത് കഴിഞ്ഞ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ. എക്സ് എന്ന് പറയുന്നത് എന്താണ്? നാച്ചുറൽ നമ്പർ ആണ്. ആൻഡ് 3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 10, അതായത് 3നും 10നും ഇടയിലുള്ള ഒരു നാച്ചുറൽ നമ്പർ ആണ് എന്ത്? എക്സ് എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഒന്നെങ്കിൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് എന്തായിട്ട് എഴുതാം? മാത്തമാറ്റിക്കലി ഏത് ഇൻഇക്വാളിറ്റി ഒക്കെ വെച്ചിട്ട് നമുക്ക് എഴുതാൻ കഴിയും. അപ്പൊ നമ്മൾ സെറ്റ് എഴുതാൻ പോവാണ്. നാച്ചുറൽ നമ്പർ ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് എന്താണ്? എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എൻ എന്നേ കാണിക്കൂ. ഈ ബിലോങ്സ് ടു കാണിക്കുന്നത് ഈ എക്സ് എന്ന് പറയുന്നത് എന്താണ്? എന്നിൽ ഉണ്ടെന്നാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു നേരത്തെ നമ്മൾ എന്താണ്? എ എന്ന് പറയുന്ന ഒരു സെറ്റ്, ആ എ എന്ന് പറയുന്ന ഒരു സെറ്റിലുള്ള എലമെന്റ്സ് നമ്മൾ എടുത്തു. സ്മോൾ എ, സ്മോൾ ബി, സ്മോൾ സി, ഡി. ഓക്കെ, അങ്ങനാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ സ്മോൾ എ എന്തിനകത്തുള്ളതാണ്? എയിലകത്ത് ഉള്ളതാണ്. അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ് സ്മോൾ ലെറ്റർ എ ബിലോങ്സ് ടു ക്യാപിറ്റൽ എ. അതായത് സ്മോൾ എ എന്ന് പറയുന്നത് എന്താണ്? എയിലുള്ള ഒരു എലമെന്റ് ആണെന്നാണ് പറയുന്നത്. അതിനാണ് ബിലോങ്സ് ടു നമ്മൾ ഇടുന്നത്. ഇനി ഇതിനകത്തുള്ളൊരു എലമെന്റ് അല്ലാത്ത ഒരെണ്ണം എടുക്കാം, ഇ എടുക്കാം. ഈ നോട്ട് ആൻ എലമെന്റ് ഓഫ് എ. എയുടെ എലമെന്റ് ആണോ ഇ? അല്ല. സ്മോൾ എ എന്ന് പറയുന്നത് എന്താണ്? എലമെന്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയും കൊടുക്കാം, എക്സ് ബിലോങ്സ് ടു എൻ എന്ന് കൊടുക്കാം, ആൻഡ് 3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 10 എന്ന് കൊടുക്കാം. എക്സ് എന്ന് പറയുന്നത് എന്താണ്? 10നേം കാട്ടി ചെറുതാണ്, എന്നാൽ 3നേം കാട്ടി വലുതും ആണ്. അപ്പൊ എന്തൊക്കെ വരും? നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റ് എങ്ങനെയാ വരുന്നേ? 1 2 3 4 5 6 7 8 9 10 എക്സെട്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ലേ? ഓക്കെ, അപ്പം ഇവിടുന്ന് 3യുടെയും 10ന്റെയും ഇടയിലുള്ള 3യും 10ഉം വേണ്ട. ഓക്കെ, കാരണം എക്സ് എന്ന് പറയുന്നത് എന്താണ്? 10നേം കാട്ടി ചെറുതും 3യും കാട്ടി വലുതുമാണ്. 3യും 10ഉം അവിടെ ഇല്ല. അപ്പൊ എന്താണ്? 10നേം കാട്ടി ചെറുതായിട്ട് വരുന്നത് എന്താണ്? ഈ 9 തൊട്ട് ഇങ്ങോട്ട്. 3യും കാട്ടി വലുതായിട്ട് വരുമ്പോൾ എന്താണ്? ഇങ്ങോട്ട്. അപ്പൊ എന്ത് വരും ആ സെറ്റ് എന്ന് പറയുന്നത്? 4, 5, 6, 7, 8, 9. ഓക്കെ, ഇതെന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ബിൽഡർ ഫോം. ആ സെറ്റ് ബിൽഡർ ഫോമിനെ നമ്മൾ എന്താക്കി മാറ്റി? റോസ്റ്റർ ഫോം ആക്കി മാറ്റി. നേരെ തിരിച്ചും ചോദിക്കാം, റോസ്റ്റർ ഫോം തന്നിട്ട് സെറ്റ് ബിൽഡർ ഫോമിലേക്ക് ആക്കാനും ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, നമുക്കിനി ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയാലോ? നോക്കിക്കേ. റൈറ്റ് ദ ഫോളോയിങ് ഇൻ റോസ്റ്റർ ഫോം. ഇതിനെ റോസ്റ്റർ ഫോമിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ് നോക്കിക്കേ, എക്സ് കോളൻ എല്ലാം ഉണ്ട്. അപ്പൊ ഇത് ഏത് ഫോമിലായിരിക്കും? സെറ്റ് ബിൽഡർ ഫോമിലായിരിക്കും നമ്മൾ ഇതിനെ റോസ്റ്റർ ഫോമിലേക്ക് ആക്കുക. റോസ്റ്റർ ഫോമിലേക്ക് ആക്കണമെങ്കിൽ എന്ത് വേണം? എലമെന്റ്സ് വേണം. അതിനെ കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്യണം. അത് നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഈ സെറ്റ് ബിൽഡർ ഫോമിൽ നിന്ന് നമുക്ക് അവരെ കിട്ടും. അതായത് എക്സിനെ അവര് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് എക്സ് ബിലോങ്സ് ടു ഇസഡ്. ഇസഡ് എന്ന് പറയുമ്പോൾ എന്താണ്? സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സ് ആണ്. അതായത് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇസഡ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സെറ്റ് ഓഫ് ഇൻഡിജേഴ്സിന്റെ ഒരു സെറ്റ് ആണ് എക്സ് എന്ന് പറയുന്നത്. എങ്കിൽ -1/2 ലെസ് ദാൻ എക്സ്
ലെസ് ദാൻ 9/2 എന്നാണ് പറയുന്നത്. അതായത് എക്സ് എന്ന് പറയുന്നത് എന്താണ്, 9/2-നെയും കാട്ടി ചെറുതും എന്നാൽ -1/2-നെയും കാട്ടി വലുതുമാണ് എന്ത്, എക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നമ്പർ ലൈൻ വരയ്ക്കാം. ഓക്കെ, നമ്പർ ലൈനിൽ 0, 1, 2, 3, 4, 5 വരെ കൊടുക്കാം. ഇവിടെ -1, -2 എക്സെട്ര. ഇത് നമ്പർ ലൈൻ എടുത്തു. ഇൻഡിജേഴ്സിന്റെ നമ്പർ ലൈൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, അവിടെ -1/2 എന്ന് പറയുന്നത് എന്താണ്, 0.5 ആണ്. അപ്പൊ മൈനസ് എന്ത് വരുമ്പോ -0.5. അപ്പൊ -0.5 എവിടെ വരും, ഇവിടെ വരും അല്ലെ. അപ്പൊ ഇതെന്ന് പറയുന്നത് -0.5. ഓക്കെ, അതുപോലെ 9/2 എന്ന് പറയുന്നത് എന്താണ്, 4.5 ആണ്. 4.5 എവിടെ വരും, 4-ന്റെയും 5-ന്റെയും കറക്റ്റ് സെന്ററിലായിട്ട് ഏകദേശം 4.5 ഇവിടെ വരും. അപ്പൊ എക്സ് എന്ന് പറയുന്നത് എന്താണ്, സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സ് ആണ്, അതായത് ഇൻഡിജേഴ്സ് ആണ്. അത് മാത്രമല്ല എക്സ് എന്ന് പറയുന്നത് എന്താണ്, 9/2-നെയും കാട്ടി, അതായത് 4.5-നെയും കാട്ടി ചെറുതും അതുപോലെ തന്നെ -0.5-നെയും കാട്ടി വലുതുമായിട്ടുള്ള ഇൻഡിജേഴ്സിന്റെ സെറ്റ്. ഓക്കെ, കിട്ടിക്കഴിഞ്ഞു. നമ്പർ ലൈനിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് എഴുതാൻ പറ്റും. -0.5-നെയും കാട്ടി പിന്നെ വലുതായിട്ടുള്ളത് ആരാണ്, 0, 1, 2, 3, 4, അതായത് 4.5-നെയും കാട്ടി ചെറുതും. അപ്പൊ അവർ ഇൻഡിജേഴ്സ് ആയിട്ട് എടുക്കേണ്ടത്, അല്ലാതെ നമ്മളിവിടെ ഡെസിമൽ എഴുതിയുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും ഓക്കെ അപ്പൊ ഡെസിമൽ ആയിട്ട് എഴുതി കൂടെയെന്ന്. പറ്റില്ല, കാരണം ഇവിടെ എന്താണ്, ഇൻഡിജേഴ്സ് ആണ്. ഇത് നമ്മുടെ കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 1/2-നെ 0.5 എന്നാക്കി എഴുതിയത്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ എന്ത് വരും, അത് സെറ്റ് 0, 1, 2, 3, 4 എന്ന് വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, സെറ്റ് ബിൽഡർ ഫോമിനെ റോസ്റ്റർ ഫോമിലേക്കാക്കി മാറ്റി. ഓക്കെ, ഇനി നെക്സ്റ്റ് റൈറ്റ് ദ ഫോളോയിങ് ഓൺ സെറ്റ് ബിൽഡർ ഫോം. ഇതിനെ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് ആക്കുക. അപ്പൊ ഇത് ഏത് ഫോമിലാണ് കിടക്കുന്നത്, റോസ്റ്റർ ഫോമിലേക്കാണ് കിടക്കുന്നത് അല്ലെ. അപ്പൊ ഇതിനെ എന്തിലാക്കണം, സെറ്റ് ബിൽഡർ ഫോമിലേക്ക് ആക്കണം. എങ്ങനാ നോക്കിയാലോ, ഇവിടെ നോക്കിക്കേ, 1, 2, 3, 4, 5, 6. ഓക്കെ, നാച്ചുറൽ നമ്പേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ പിന്നെ ആലോചിക്കും, ഇതെല്ലാം കൂടി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഈ ഓരോ എലമെന്റ്സും, ഈ സെറ്റിലുള്ള ഓരോ എലമെന്റ്സും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കോമൺ പ്രോപ്പർട്ടി വേണം. അത് നമ്മൾ നോക്കുക, എന്താണ് ആ കോമൺ പ്രോപ്പർട്ടി. ഇപ്പൊ ഞാൻ 1 എടുത്തു, 1/2 ആണ് വന്നിരിക്കുന്നത്. ആ കോമൺ പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കുകയാണ് ഞാൻ. 1/2 ആണ്. അപ്പം ഞാനൊരു 1 എടുത്തു. നാച്ചുറൽ നമ്പറിന്റെ സെറ്റ് എന്ന് പറയുമ്പോൾ എന്ത് വരും, 1, 2, 3, 4, 5, 6, എക്സെട്ര വരും അല്ലേ. അപ്പൊ ഞാൻ 1 എടുത്തു. ആ എടുത്ത നാച്ചുറൽ നമ്പറിനെ തന്നെ ഡിനോമിനേറ്ററിൽ എടുത്തിട്ട് ഒരു +1 കൂടി കൊടുത്തു. അപ്പൊ എനിക്ക് എന്ത് കിട്ടി, 1/2 കിട്ടി. ഓക്കെ, ഇനി അടുത്ത ആരാ, അടുത്ത നാച്ചുറൽ നമ്പർ എടുത്തു. 1 കഴിഞ്ഞിട്ടുള്ള അടുത്ത നാച്ചുറൽ നമ്പർ 2/2. ഓക്കെ, ആ എടുത്ത നാച്ചുറൽ നമ്പർ ആരാണോ ആ നമ്പറിനെ തന്നെ താഴെ എഴുതി എന്നിട്ടൊരു +1 കൊടുത്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, അടുത്തത് കിട്ടി. ഓക്കെ, ഫസ്റ്റ് എലമെന്റ് കിട്ടി, സെക്കൻഡ് എലമെന്റ് കിട്ടി. അപ്പൊ മൂന്നാമത്തെ എലമെന്റ് നോക്കാം, അങ്ങനെയാണോ എന്ന്. 3/4 കിട്ടുന്നോ നോക്കാം. 2 കഴിഞ്ഞിട്ടുള്ള അടുത്ത നാച്ചുറൽ നമ്പർ 3/3 ആ എടുത്ത നാച്ചുറൽ നമ്പർ ആരാണോ ആ നാച്ചുറൽ നമ്പറിനെ താഴെ എഴുതുക എന്നിട്ടൊരു +1 കൂടി കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, 3/4 കിട്ടി. അങ്ങനെ നമ്മൾ 6/7 ചെയ്യുമ്പോഴും നമുക്ക് എന്ത് കിട്ടി, ലാസ്റ്റ് നമ്മൾ 6 എടുക്കുക, അതും ചെയ്തു നോക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 6/7 കിട്ടും. കാണിച്ചു തരാം. അപ്പൊ നമ്മൾ ഇങ്ങനെ എടുത്തു, ഏറ്റവും ലാസ്റ്റ് ആരാ വരുന്നത്, 6 വന്നു. ഓക്കെ, 6/, എടുത്ത നാച്ചുറൽ നമ്പർ ആരാണോ അയാളെ താഴെ എഴുതുക എന്നിട്ടൊരു +1 കൂടി കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടി, 6/7 കിട്ടി. അപ്പൊ ഇതെല്ലാം കൂടി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കോമൺ പ്രോപ്പർട്ടി നമുക്ക് കിട്ടി കഴിഞ്ഞു. അപ്പൊ അതെന്താ നോക്കിക്കേ, നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാൻ പോവാണ്. എക്സ് സെമികോളൻ കൊടുത്തു. എക്സിനെ നമ്മളിവിടെ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത് എന്താണ്, എക്സ് ഈക്വൽ ടു n/n+1 and n belongs to ക്യാപിറ്റൽ N. അതായത് എക്സ് എന്ന് പറയുന്നത് എന്താണ്, n/n+1. മേലെ എടുക്കുന്ന ആരാണോ അയാളെ തന്നെ താഴെ എടുക്കുക, +1 കൊടുക്കുക. അതുപോലെ ഇനി എടുക്കുന്ന n എന്ന് പറയുന്നത് എന്താണ്, നാച്ചുറൽ നമ്പർ ആണ്. അപ്പൊ നാച്ചുറൽ നമ്പർ എല്ലാം എടുക്കണോ, ഇവിടെ എന്താണ്, ഇൻഫിനിറ്റി ഡോട്ട് ഇട്ട് പോകുന്നുണ്ടോ, ഇല്ല. ഇവിടെ ഈ ക്ലോസ് ആയിട്ടിരിക്കുകയാണ്, 6/7 ക്ലോസ് ആണ്. അപ്പൊ ശ്രദ്ധിക്കേണ്ട എന്താണ്, n എന്ന് പറയുന്നത് എന്താണ്, ലെസ് ദാൻ
ഓർ ഈക്വൽ ടു 6 ആണ്. അതായത് 6-നേം കാട്ടി ചെറുതും അതുപോലെ തന്നെ 6ഉം വരുന്നുണ്ട്. ഈക്വൽ ടു കാണിക്കുന്ന എന്താണ്? 6ഉം വരുന്നുണ്ട്, എന്നാൽ 6-നേം കാട്ടി ചെറുതായിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ് എടുക്കുക, ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഈ സെറ്റ് കിട്ടും. അതായത് റോസ്റ്റർ ഫോമിലുള്ളതിനെ നമ്മൾ എന്താക്കി മാറ്റി കഴിഞ്ഞു? സെറ്റ് ബിൽഡർ ഫോമിലേക്ക് ആക്കി കഴിഞ്ഞു. ശ്രദ്ധിക്കേണ്ട കാര്യം, കോമൺ ആയിട്ട് ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നു നമ്മൾ നോക്കുക. എല്ലാ എലമെന്റ്സും, ഒന്നോ രണ്ടോ എലമെന്റ്സ് അല്ല, ഈച്ച് ആൻഡ് എവറി എലമെന്റ്സ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ദ എംപ്റ്റി സെറ്റ്. എന്താണ് എംപ്റ്റി സെറ്റ് എന്ന് നമുക്ക് നോക്കിയാലോ? എ സെറ്റ് വിച്ച് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി എലമെന്റ്സ്, അതായത് ഒരു എലമെന്റ്സും ആ സെറ്റിൽ കാണില്ല. അങ്ങനെയുള്ള സെറ്റിനെ പറയുന്ന പേരാണ് എന്ത്? എംപ്റ്റി സെറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കാൾഡ് നൾ സെറ്റ് ഓർ ദി വോയിഡ് സെറ്റ്. ഇതിനെ നൾ സെറ്റ് അല്ലെങ്കിൽ വോയിഡ് സെറ്റ് എന്ന് പറയും. അതുപോലെ തന്നെ എംപ്റ്റി സെറ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സിമ്പിൾ ആണ് ഫൈ എന്ന് പറയുന്നത്. നോക്കാം എക്സാമ്പിൾ. Let A equal to set x such that 1 less than x less than 2 and x is a natural number. ഇത് ഏത് ഫോമിലാണ് നമുക്ക് തന്നിരിക്കുന്നത്? സെറ്റ് ബിൽഡർ ഫോമിലാണ് തന്നിരിക്കുന്നത്. ഇവിടെ എക്സിനെ പറയുന്നത് എന്താണ്? എക്സ് എന്നാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നത്. എക്സിനെ പറയുന്നത്, എക്സ് എന്ന് പറയുന്നത് എന്താണ്? 1 less than x less than 2. അതായത് എക്സ് എന്ന് പറയുന്നത് 1-നെ കാട്ടി വലുതും 2-നെ കാട്ടി ചെറുതുമാണ്. അതുപോലെ എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു നാച്ചുറൽ നമ്പർ ആണ്. നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണ് നമുക്കറിയാം. 1, 2, 3 എക്സെട്ര ഇങ്ങനെ പോകും. അപ്പൊ ഇവിടെ നോക്കിക്കേ, 1 കഴിഞ്ഞാൽ അടുത്തത് 2 ഉള്ളൂ. അല്ലാതെ ഈ 1-ന്റെയും 2-ന്റെയും ഇടയ്ക്ക് ആരെങ്കിലും വരുന്നുണ്ടോ? ഇല്ല. അപ്പം ഈ ഒരു സെറ്റ് എന്ന് പറയുന്നത് എന്താ നമുക്ക് പറയാൻ പറ്റും? എംപ്റ്റി സെറ്റ്, നൾ സെറ്റ് അല്ലെങ്കിൽ വോയിഡ് സെറ്റാ നമുക്ക് പറയാൻ കഴിയും. വേറെ എക്സാമ്പിൾ നോക്കാം. സി എന്ന് പറയുന്ന ഒരു സെറ്റ്. Set x such that x is an even prime number greater than 2. x എഴുതിയിട്ടുണ്ട്. ഈ x എന്ന് പറയുന്നത് എന്താണ്? ഒരു ഈവൻ പ്രൈം നമ്പർ ആണ്. ആ ഈവൻ പ്രൈം നമ്പർ എന്ന് പറയുന്നത് എന്താണ്? 2-നെയും കാട്ടി വലുതായിട്ടുള്ള ഒരു ഈവൻ പ്രൈം നമ്പർ ആണ്. അപ്പൊ നമുക്ക് അതിന്റെ സെറ്റ് നോക്കാം. എന്താണ് പ്രൈം നമ്പേഴ്സ്? ഏതൊക്കെയാണ് വരുന്നത്? 1, 2, 3, 5, 7 ഇങ്ങനെ പോവും പ്രൈം നമ്പേഴ്സ്. ഓക്കെ, ഈവൻ പ്രൈം നമ്പർ. ഈ പ്രൈം നമ്പേഴ്സിൽ ഈവൻ ആരാണ്? 2 ആണ്. 2 മാത്രമേ ഉള്ളൂ ഈവൻ. ബാക്കി ആരും എന്താണ്? ഈവൻ അല്ല. ബാക്കിയെല്ലാം നിങ്ങൾ അങ്ങോട്ട് നോക്കിയാലും എന്തേ വരത്തുള്ളൂ? ഓടേ വരത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഈവൻ പ്രൈം നമ്പർ ഗ്രേറ്റർ ദാൻ 2, 2-നെ കാട്ടി വലുതായിട്ടുള്ളത് 2 മാത്രമേ ഉള്ളൂ ഈവൻ പ്രൈം നമ്പർ. 2-നെ കാട്ടി വലുതായിട്ടുള്ള ഏതെങ്കിലും ഒരു ഈവൻ പ്രൈം നമ്പർ ഉണ്ടോ? ഇല്ല. സോ ഈ സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു നൾ സെറ്റ് ആണ്. കാരണം ഇതിൻ്റെ അകത്ത് എന്താണ്? ഒരു എലമെന്റ്സും ഇല്ല. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് സെറ്റ് നോക്കിയാലോ. എ സെറ്റ് വിച്ച് ഈസ് എംപ്റ്റി, അതായത് ഒരു സെറ്റ് എന്തായിരിക്കണം? എംപ്റ്റി ആയിരിക്കണം. എലമെന്റ്സ് ഒന്നും കാണാൻ പാടില്ല. ഓർ കൺസിസ്റ്റ് ഓഫ് എ ഡെഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ്, അല്ലെങ്കിൽ ആ ഒരു സെറ്റിൽ നമുക്ക് പറയാൻ കഴിയും ഇത്ര നമ്പേഴ്സ് ഓഫ് എലമെന്റ്സ് ആ സെറ്റിൽ ഉണ്ട് എന്ന്. ഒന്നെങ്കിൽ എംപ്റ്റി, അല്ലെങ്കിൽ ആ സെറ്റിൽ നമുക്ക് പറയാൻ കഴിയണം ഇത്ര നമ്പർ ഓഫ് എലമെന്റ്സ് അതിലുണ്ടെന്ന്. ദെൻ ഇറ്റ് ഈസ് കോൾഡ് ഫൈനൈറ്റ്. എങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഫൈനൈറ്റ് സെറ്റ്. അപ്പൊ ഇൻഫൈനൈറ്റ് എന്തായിരിക്കും? അഥവാ ഇറ്റ് ഈസ് കോൾഡ് ഇൻഫൈനൈറ്റ്. അതിനകത്ത് എന്താണ്? എലമെന്റ്സ് വേണം. ആ എലമെന്റ്സ് നമുക്ക് എണ്ണാൻ കഴിയുന്നതല്ല. ഓക്കെ, എക്സാമ്പിൾ പറഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് ഫൈനൈറ്റ് സെറ്റിന്റെ എക്സാമ്പിൾ നോക്കാം. 1, 2, 3 എക്സെട്ര അപ് ടു 100. ഈ എക്സെട്ര വരുന്നത് കൊണ്ട് നമുക്ക് എണ്ണാൻ കഴിയില്ല എന്നല്ല. കാരണം ഇവിടെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടെങ്കിൽ ഇവിടെ എന്താണ്? ഒരു എൻഡ് പോയിന്റ് ഉണ്ട്. 1 മുതൽ 100 വരെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് പറയാൻ കഴിയും ഇതിനകത്ത് 100 എലമെന്റ്സ് ഉണ്ടെന്ന്. ഓക്കെ, ഇപ്പൊ വേറൊരു സെറ്റ് നമുക്ക് എടുക്കാം. പ്രൈം നമ്പേഴ്സിന്റെ എടുക്കാം. 1, 2, 3, 5 എക്സെട്ര അപ് ടു 11. ഓക്കെ, 11 വരെ ഉള്ളതേ നമുക്ക് എടുത്തോളൂ. ഓക്കെ, ഇവിടെ നമുക്ക് പറയാൻ കഴിയും ഈ 1 മുതൽ 11 വരെ ഉള്ളത് എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ടെന്ന് നോക്കുക. അപ്പൊ നമുക്ക് എന്ത് പറയാൻ കഴിയും? നമ്പർ ഓഫ് എലമെന്റ്സ് പറയാൻ കഴിയും. അതുകൊണ്ട് എന്താണിത്? ഫൈനൈറ്റ് ആണ്. ഇനി ഇൻഫൈനൈറ്റ് നോക്കാം. എംപ്റ്റി ആവാനും പാടില്ല, ഡെഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് അതിൽ കാണാനും പാടില്ല. ലെറ്റ് G be the set of points on a line. അതായത് ഒരു ലൈനിലെ പോയിന്റ്സ് ആണ് G എന്ന് പറയുന്ന ഒരു സെറ്റ്. ആ സെറ്റ് നമുക്ക് എഴുതാൻ പറ്റുമോ? ഞാൻ ഒരു ലൈൻ വരയ്ക്കാം. ഓക്കെ, ഈ ലൈനിൽ എത്ര പോയിന്റ്സ് ഉണ്ട് അത്രയും പോയിന്റ്സ് ആണ് ആ സെറ്റിൽ ഉൾപ്പെടുന്നതെന്നാണ് പറയുന്നത്. ഈ ലൈൻസിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് ആണ്. നമുക്ക് എണ്ണാൻ കഴിയാത്ത അത്രയും പോയിന്റ്സ് ഈ ലൈനിൽ കാണും. അപ്പൊ നമുക്കത് എണ്ണാൻ കഴിയുമോ? അത് ഡെഫിനിറ്റ് ആണോ?
അല്ല. സോ ഇറ്റ് ഈസ് കോൾഡ് ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറയും അങ്ങനെയുള്ള സെറ്റുകളെ. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈക്വൽ സെറ്റ്സ്. നോക്കാം എന്താന്ന്. Two sets A and B are said to be equal if they have exactly same elements. അതായത് രണ്ട് സെറ്റ്സ് എയും ബിയും എന്ന് പറയുന്ന രണ്ട് സെറ്റ് എടുക്കുകയാണ്. ഓക്കെ, ആ രണ്ട് സെറ്റ് ഈക്വൽ ആണെന്ന് പറയണമെങ്കിൽ എയിലകത്ത് ഏതൊക്കെ എലമെന്റ്സ് ഉണ്ടോ അതെല്ലാം ബിയിൽ കാണണം. നമ്പർ ഓഫ് എലമെന്റ്സ് അല്ല, എലമെന്റ്സ് സെയിം ആയിരിക്കണം. എക്സാമ്പിള് എ ഇസ് ഈക്വൽ ടു എന്താണ് 5, 6, 7, 8 എന്ന് ഞാൻ എടുത്തു. ബി ഇസ് ഈക്വൽ ടു 7, 5, 8, 6 എന്ന് എടുത്തു. ഇവിടെ എയും ബിയും നോക്കുമ്പോൾ എന്താണ്, സെയിം എലമെന്റ്സ് ആണ്. എയിലുള്ള ഏതൊക്കെ എലമെന്റ്സ് ഉണ്ടോ ആ എലമെന്റ്സ് എല്ലാം ബിയിലും ഉണ്ട്. ഓർഡർ മാറി കിടക്കുന്നതേ ഉള്ളൂ, അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. അങ്ങനാണെങ്കിൽ നമ്മൾ എന്ത് പറയും, എ ഈക്വൽ ടു ബി എന്ന് പറയാൻ കഴിയും. അതർവൈസ് ദ സെറ്റ് ഈസ് സെഡ് ടു ബി അൺഈക്വൽ. എയിലും ബിയിലും സെയിം എലമെന്റ്സ് അല്ലെങ്കിൽ അതെന്തായിരിക്കും, അൺഈക്വൽ ആയിരിക്കും. എക്സാമ്പിൾ, വേറെ എക്സാമ്പിൾ ഈ എക്സാമ്പിൾ തന്നെയാണ് അവിടെ എഴുതിയേക്കുന്നത്. അപ്പൊ എന്താണ്, എ ഈക്വൽ ടു ബി എന്ന് നമുക്ക് പറയാൻ കഴിയും. അല്ലെങ്കിൽ എന്താണ്, എ നോട്ട് ഈക്വൽ ടു ബി ആണ്. ഓക്കെ, നെക്സ്റ്റ് സബ്സെറ്റ് എന്താ നോക്കിയേ. A set is said to be a subset of a set to B if every element of A is also an element of B. ഇവിടെ പറയുന്നത് സെറ്റ് എ എന്ന് പറയുന്ന ഒരു സെറ്റ് ബിയുടെ സബ്സെറ്റ് ആണ് എന്ന് പറയണമെങ്കിൽ ഇഫ് എവറി എലമെന്റ് ഓഫ് എ എന്ന് പറയുന്ന സെറ്റിലുള്ള എല്ലാ എലമെന്റ്സും ഈസ് ഓൾസോ ആൻ എലമെന്റ് ഓഫ് ബി എന്ന് പറയുന്ന സെറ്റിലും കാണണം എന്നാണ് പറയുന്നത്. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയുകയാണെങ്കിൽ എ എന്ന് പറയുന്ന നമ്മുടെ സെറ്റിൽ ഏതൊക്കെ എലമെന്റ്സ് ഉണ്ട്, 2, 4 എന്ന് പറയുന്ന എലമെന്റ്സ് ഉണ്ട്. ആ എലമെന്റ്സ് ബിയിലുണ്ടോ നോക്കുക. ഓക്കെ, ബിയിൽ നമുക്ക് നോക്കാം. 2 ഉണ്ട്, 4 ഉണ്ട്. അപ്പൊ എയിലുള്ള എത്ര എലമെന്റ്സ് ഉണ്ടോ ആ എലമെന്റ്സ് എവിടെ ഉണ്ട്, ബിയിലുണ്ട്. അങ്ങനാണെങ്കിൽ എ സബ്സെറ്റ് ഓഫ് ബി എന്ന് നമുക്ക് പറയാൻ കഴിയും. അതിനെ നമ്മൾ എഴുതുന്നതാണ് എ സബ്സെറ്റ് ഓഫ് ബി. ഈ സബ്സെറ്റിന്റെ സിമ്പൽ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇപ്പം എ ബിയുടെ സബ്സെറ്റ് അല്ല എന്നാണെങ്കിൽ അതിന്റെ സിമ്പൽ എങ്ങനെ വരുമെന്ന് ചോദിച്ചാൽ എ നോട്ട് ആൻ സബ്സെറ്റ് ഓഫ് ബി. എ ബിയുടെ സബ്സെറ്റ് അല്ല. ഇനി അടുത്ത എവറി സെറ്റ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ്. അതായത് ഏതൊരു സെറ്റിന്റെയും സബ്സെറ്റ് എഴുതാൻ പറഞ്ഞാൽ അത് തന്നെ നമുക്ക് എഴുതാൻ പറ്റും. ഇപ്പം എ എന്ന് പറയുന്ന സെറ്റിന്റെ 2, 4 ഇതിന്റെ ഒരു സബ്സെറ്റ് എഴുതാൻ പറഞ്ഞാൽ അത് തന്നെ നമുക്ക് എഴുതാൻ കഴിയും. ഈസ് എ സബ്സെറ്റ് ഓഫ് എന്താണ്, എ തന്നെയാന്ന് നമുക്ക് എഴുതാൻ കഴിയും ഏതൊരു സെറ്റിന്റെയും. ഓക്കെ, ഇനി അടുത്ത 5 ഈസ് എ സബ്സെറ്റ് ഓഫ് എവറി സെറ്റ്. അതുപോലെ തന്നെ ഏതൊരു സെറ്റിന്റെയും സബ്സെറ്റ് ആണ് എന്ത്, 5 എന്ന് പറയുന്നത്. ഇനി ഇഫ് എ സെറ്റ് ഹാസ് n എലമെന്റ്സ്, ഒരു സെറ്റിൽ ഇത്ര എലമെന്റ്സ് ഉണ്ട്, ആ എലമെന്റ്സിനെയാണ് നമ്മൾ n ആക്കി എടുത്തിരിക്കുന്നത്. അപ്പം എ സെറ്റ് ഹാസ് n എലമെന്റ്സ്, ഒരു സെറ്റിനകത്ത് n എലമെന്റ്സ് ഉണ്ടെങ്കിൽ ദെൻ ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ്, അതായത് ആ സെറ്റിൽ നിന്ന് നമുക്ക് എത്ര സബ്സെറ്റ് എഴുതാൻ കഴിയും, അല്ലെങ്കിൽ ആ സെറ്റിൽ എത്ര നമ്പർ ഓഫ് സബ്സെറ്റ്, എത്ര എണ്ണം ഉണ്ട്, സബ്സെറ്റിന്റെ എണ്ണം അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, 2n ചെയ്താൽ മതി. 2 എത്ര എലമെന്റ്സ് ഉണ്ടോ അത്രയും കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഒരു ആൻസർ കിട്ടും. അതായിരിക്കും എന്തായിരിക്കും നമ്പർ ഓഫ് സബ്സെറ്റ് എവിടെ ഉള്ള ആ സെറ്റിലുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാലോ. റൈറ്റ് ഓൾ ദി സബ്സെറ്റ് ഓഫ് ദി ഫോളോയിങ്. ഇതിന്റെ സബ്സെറ്റ് എഴുതുക. സെറ്റ് തന്നിട്ടുണ്ട് എ ബി സി എന്ന് പറയുന്ന സെറ്റിന്റെ സബ്സെറ്റ് എഴുതുക. അപ്പൊ നമ്മൾ പഠിച്ചിരുന്നു ഏതൊരു സെറ്റിന്റെയും സബ്സെറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 5. ഏതൊരു സെറ്റിന്റെയും സബ്സെറ്റ് 5 ആണ്. അപ്പൊ 5 ഉണ്ട്. ഓക്കെ, ഒരു സബ്സെറ്റ് എഴുതി. ഇനി അടുത്ത സബ്സെറ്റ് എഴുതാം. ഏതൊരു സെറ്റിന്റെയും സബ്സെറ്റ് അത് തന്നെയാണ്. ഓക്കെ, എ സബ്സെറ്റ് ഓഫ് എ. അപ്പം എ, ബി, സി എന്ന് പറയുന്നൊരു സെറ്റിന്റെ സബ്സെറ്റ് എന്താണ്, അത് തന്നെയാണെന്ന് എഴുതാം. അപ്പൊ നമുക്ക് അതും എഴുതാം. എ, ബി, സി. നമുക്ക് 2 സബ്സെറ്റുകൾ കിട്ടി. ഈ സെറ്റിന്റെ 2 സബ്സെറ്റ് നമ്മൾ എഴുതി. ഇനി നമ്മൾ എങ്ങനെ സബ്സെറ്റ് അടുത്ത് എഴുതുന്നേ, എ ഒരു സബ്സെറ്റ് ആണ് അതിന്റെ, ബി ഒരു സബ്സെറ്റ് ആണ്. കാരണം ഈ ഒരു സെറ്റ് എടുത്താൽ അത് എവിടെ ഉണ്ട്, ഈ നമ്മുടെ വലിയ സെറ്റിലുണ്ട് അല്ലേ. ഇതെന്ന് പറയുന്നത് എ ആണെങ്കിൽ ഇതെന്ന് പറയുന്നത് ബി ആണ്. അപ്പം എയിലെ എലമെന്റ്സ് എവിടെ ഉണ്ട്, ബിയിലുണ്ട്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ സബ്സെറ്റ് എഴുതുന്നത്. എ എഴുതാം, ബി എഴുതാം, വേറൊരു സെറ്റ് സി എഴുതാം. അതുപോലെ തന്നെ എന്ത് എഴുതാം, എ, ബി എഴുതാം. അടുത്ത ആരാണ്, ബി, സി എഴുതാം. പിന്നെ ഒരാളൂടെ ഉണ്ട്, എന്ത്, എ, സി.
എ കോമ സി. ഓക്കെ, ഇനി എത്ര സബ്സെറ്റുകൾ നമുക്ക് ഈ സെറ്റിൽ നിന്ന് എഴുതാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താണ് പറയുന്നത് 2n. അപ്പം എത്ര നമ്പർ ഓഫ് എലമെന്റ്സ് ഈ സെറ്റിലുണ്ട്? 3 ഉണ്ട്. അതായത് n is equal to 3 ആണ്. എത്ര നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ട് ഈ ഒരു സെറ്റിൽ? 3 ഉണ്ട്. ഈ സെറ്റിന്റെ നമ്പർ ഓഫ് സബ്സെറ്റ്, ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? 2n which is equal to 2 which is equal to 2 into 2 into 2 which is equal to എന്ത് വരും? 8 വരും. 2 into 2 എന്താണ്? 4 ആണ്. 4 into 2 എന്താണ്? 8 ആണ്. അതായത് 8 നമ്പർ ഓഫ് സബ്സെറ്റുകൾ നമുക്ക് ഈ ഒരു സെറ്റിൽ നിന്ന് എഴുതാൻ കഴിയും. 8 എണ്ണം ഉണ്ടോ നോക്കിക്കേ. സബ്സെറ്റ് നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടത് 8 എണ്ണം ഉണ്ടോ എന്ന് കൺഫേം ആക്കാം. 1 2 3 4 5 6 7 and 8. അപ്പൊ കറക്റ്റ് അല്ലേ? 8 നമ്പർ ഓഫ് എലമെന്റ്സ് എവിടെ ഉണ്ട്? 8 നമ്പർ ഓഫ് സബ്സെറ്റ് എവിടെ ഉണ്ട്? ഈ ഒരു സെറ്റിൽ നമുക്ക് എഴുതാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്ക് പ്രോപ്പർ സബ്സെറ്റ് ആൻഡ് സൂപ്പർ സെറ്റ്. എന്താ നോക്കിയേ? ഇഫ് എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് എ നോട്ട് ഈക്വൽ ടു ബി then A is called proper subset of B and B is called super set of A. ഇവിടെ പറയുന്നത് എയും ബിയും രണ്ട് സെറ്റാണ്. മാത്രമല്ല എ സബ്സെറ്റ് ഓഫ് ബി, അതായത് ബിയുടെ ഒരു സബ്സെറ്റ് ആണ് എ. അതുപോലെ തന്നെ എ എന്ന് പറയുന്ന സെറ്റും ബി എന്ന് പറയുന്ന സെറ്റും ഈക്വൽ അല്ല എങ്കിൽ എ ഈസ് കോൾഡ് പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ബി, അതായത് ബിയുടെ ഒരു പ്രോപ്പർ സബ്സെറ്റ് ആണ് എ ആൻഡ് ബി ഈസ് കോൾഡ് സൂപ്പർ സെറ്റ് ഓഫ് എ. എയുടെ ഒരു സൂപ്പർ സെറ്റ് ആണ് ആര്? ബി എന്ന് നമ്മൾ പറയും. ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് എ നോട്ട് ഈക്വൽ ടു ബി. ഇവിടെ രണ്ട് എക്സാമ്പിൾ നമുക്ക് നോക്കാം. രണ്ട് സെറ്റ് എടുത്തിട്ടുണ്ട്, എ എന്ന് പറയുന്ന സെറ്റും ബി എന്ന് പറയുന്ന സെറ്റും. എയിലുള്ള എലമെന്റ്സ് ആരൊക്കെയാണ്? എ എന്ന് പറയുന്ന സെറ്റിലെ 2 4 6. ബി എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ്സ് ആരൊക്കെയാണ്? 2 4 6 8. എ എന്ന് പറയുന്ന സെറ്റിലുള്ള എല്ലാ എലമെന്റ്സും ബി എന്ന് പറയുന്ന സെറ്റിലുണ്ട്. സോ എ സബ്സെറ്റ് ഓഫ് ബി ആണ്. എന്നാൽ എയും ബിയും ഈക്വൽ ആണോ? അല്ല. എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എ ഈസ് കോൾഡ് പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് ബി ഈസ് കോൾഡ് സൂപ്പർ സബ്സെറ്റ് ഓഫ് എ എന്ന് പറയാൻ കഴിയും. ഇപ്പോൾ നമ്മുടെ സെറ്റ് എ എന്ന് പറയുന്നത് 2 4 6ഉം ബി എന്ന് പറയുന്ന സെറ്റ് 2 4 6ഉം ആണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? എ എന്ന് പറയുന്ന സെറ്റും ബി എന്ന് പറയുന്ന സെറ്റും ഈക്വൽ ആണ്. നമുക്ക് ഇങ്ങനെ പറയാൻ സാധിക്കില്ല. ഇതിനൊരു എക്സാമ്പിൾ ആണ് ഇവിടെ തന്നെ പറഞ്ഞിരിക്കുന്നത്. എ എന്ന് പറയുന്ന സെറ്റ് 1 2 3 ഈസ് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ബി. ബി എന്ന് പറയുന്ന ഒരു സെറ്റിന്റെ പ്രോപ്പർ സബ്സെറ്റ് ആണ് എ എന്ന് പറയുന്ന സെറ്റ്. കാരണം എയിലുള്ള എല്ലാ എലമെന്റ്സും എന്തുണ്ട്? ബിയിലും ഉണ്ട്. മാത്രമല്ല എ എന്തിന് ഈക്വൽ അല്ല? ബിക്ക് ഈക്വലും അല്ല. If a set has only one element, ഒരു സെറ്റിനകത്ത് ഒരു എലമെന്റ്സേ ഉള്ളെങ്കിൽ that set is called singleton set. For example, x such that x is a prime number between 2 and 5. Set of all x such that x is a prime number between 2 and 5. ഇവിടെ എക്സിന്റെ ഇത് പറഞ്ഞ എക്സിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് എക്സ് എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പർ ആണ്. ആ പ്രൈം നമ്പർ ഏത് രണ്ട് പ്രൈം നമ്പറിന്റെ ഇടയിലുള്ളതാണ്, അല്ലെങ്കിൽ ഏത് രണ്ട് നമ്പറിന്റെ ഇടയിലുള്ളതാണ്? 2 and 5 എന്ന് പറയുന്ന നമ്പേഴ്സിന്റെ ഇടയിലുള്ള ഒരു ബിറ്റ്വീനിൽ അകത്തുള്ള ഒരു പ്രൈം നമ്പർ ആണ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ് വരുന്നത്? 1 2 3 5 7. ഓക്കെ, ഇവിടെ നമുക്ക് വേണ്ട 2വിന്റെയും 5വിന്റെയും ബിറ്റ്വീനിൽ അകത്തുള്ള പ്രൈം, അവരുടെ രണ്ടിന്റെ ഇടയിലുള്ള പ്രൈം നമ്പർ അതാരാണ്? 3 മാത്രമാണ്, വേറെ ആരും ഇല്ല അല്ലേ? അപ്പൊ എന്താണ് ഈ സെറ്റ്? നമുക്ക് എന്താണ് ഈ സെറ്റിൽ ഒരു എലമെന്റേ ഉള്ളൂ 3. സോ ദാറ്റ് സെറ്റ് ഈസ് കോൾഡ് സിംഗിൾട്ടൺ സെറ്റ്. നെക്സ്റ്റ്, ഇഫ് എ സെറ്റ് ഹാസ് n എലമെന്റ്സ് then total number of proper subset. ഇപ്പോൾ ആ സെറ്റിന് n എലമെന്റ്സ് ഉണ്ട്. ഒരു സെറ്റിൽ n എലമെന്റ്സ് ഉണ്ടെങ്കിൽ ആ സെറ്റിന്റെ പ്രോപ്പർ സബ്സെറ്റുകളുടെ എണ്ണം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 2n - 1 ചെയ്യണം. ഈ 2n - 1, ഒരു -1 അവിടെ വന്നതിന്റെ കാരണം നമ്മൾ സബ്സെറ്റുകൾ ഒരു സെറ്റിൽ നിന്ന് സബ്സെറ്റ് എഴുതാൻ പഠിച്ചിരുന്നു അല്ലേ? അപ്പോൾ അവിടെ നമ്മൾ പഠിച്ചിരുന്ന ഒരു കാര്യമുണ്ട്, എല്ലാ സെറ്റും അതിൻ്റെ തന്നെ ഒരു സബ്സെറ്റ് ആണെന്ന്. പക്ഷെ ഇവിടെ അത് പോസിബിൾ അല്ല. കാരണം എ എന്ന് പറയുന്ന സെറ്റും ബി എന്ന് പറയുന്ന സെറ്റും ഈക്വൽ ആയാൽ എന്താണ്? അവരെ നമുക്ക് ഇങ്ങനൊന്നും പറയാൻ കഴിയില്ല. പ്രോപ്പർ സബ്സെറ്റും സൂപ്പർ സെറ്റും ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. 2 4 6ഉം 2 4 6ഉം ഈക്വൽ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് പറ്റില്ല? നമുക്ക് പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയാൻ കഴിയില്ല, അല്ലെങ്കിൽ സൂപ്പർ സെറ്റ് എന്ന് പറയാൻ കഴിയില്ല. ഒന്ന് അതിൻ്റെ തന്നെ എന്താണ്
സബ്സെറ്റ് അല്ലാത്തൊരു കണ്ടീഷൻ ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ -1 നമ്മൾ ചെയ്തത്. 2n ഒരെണ്ണം അങ്ങ് കുറയ്ക്കുക. ഓക്കെ, അതാണ് 2n -1 എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റുകളുടെ എണ്ണം കിട്ടിക്കഴിയും ഒരു സെറ്റിൽ നിന്ന്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് സബ്സെറ്റ് ഓഫ് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. അതായത് റിയൽ നമ്പറിന്റെ സെറ്റിന്റെ സബ്സെറ്റ് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. റിയൽ നമ്പർ എന്ന് പറഞ്ഞൊരു സെറ്റ് ഇല്ലേ, ആ ഒരു സെറ്റിന്റെ സബ്സെറ്റ് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നാച്ചുറൽ നമ്പർ എടുക്കുന്നുണ്ട്, ഹോൾ നമ്പർ എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇസഡ് എന്താണ് ഇൻഡിജേഴ്സ് എടുക്കുന്നുണ്ട്, ക്യൂ റാഷണൽ നമ്പേഴ്സ് എടുക്കുന്നുണ്ട്, ടി ആൻഡ് ഇറാഷണൽ നമ്പേഴ്സ്. ഇവരെല്ലാം എടുത്തിട്ട് നമ്മൾ നോക്കുകയാണ് ഇവരെല്ലാം നമ്മുടെ റിയൽ നമ്പർ എന്ന് പറയുന്ന ഒരു സെറ്റിന്റെ സബ്സെറ്റുകളാണോ. അതായത് റിയൽ നമ്പർ എന്ന് പറയുന്ന സെറ്റ് എന്താണ്? ഏത് നമ്പേഴ്സും നമുക്ക് ഡെസിമൽ ഉൾപ്പെടെയുള്ള എല്ലാ നമ്പേഴ്സും എവിടെ വരുന്നുണ്ട്? നമ്മുടെ റിയൽ നമ്പറിന്റെ സെറ്റിൽ വരുന്നുണ്ട്. ഈ റിയൽ നമ്പറിന്റെ സെറ്റിന്റെ സബ്സെറ്റുകളൊക്കെ ആയിട്ട് നമ്മുടെ നാച്ചുറൽ നമ്പറും ഹോൾ നമ്പറും എല്ലാം വരുമോ നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്. ഓക്കെ, നാച്ചുറൽ നമ്പേഴ്സ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 1 2 3 എക്സെട്ര. ഹോൾ നമ്പറോ 0 1 2 3 എക്സെട്ര. ഇപ്പൊ നമ്മൾ എന്ത് കൊടുത്തു? ഇതിന് എ എന്ന് കൊടുത്തു, ഇതിന് ബി എന്ന് കൊടുത്തു. ഓക്കെ, എയിലുള്ള എല്ലാ എലമെന്റ്സും എവിടെ ഉണ്ട്? ബിയിൽ ഉണ്ട്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയാൻ കഴിയും. അതായത് ഇതെന്താണ്? സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, ഇതെന്താണ്? സെറ്റ് ഓഫ് ഹോൾ നമ്പേഴ്സ് ആണ്. അതായത് എൻ സബ്സെറ്റ് ഓഫ് ഡബ്ല്യു എന്ന് നമുക്ക് പറയാൻ കഴിയില്ലേ? അതാണ് നമ്മൾ ഇവിടെ എഴുതി വെച്ചേക്കുന്നത്, എൻ സബ്സെറ്റ് ഓഫ് ഡബ്ല്യു. ഇനി നമുക്ക് ഹോൾ നമ്പേഴ്സിന്റെ സെറ്റ് എടുക്കാം. ഓക്കെ, ഇതിനെ നമുക്ക് സി എന്ന് എടുക്കാം. ഓക്കെ, ഈ സി എന്ന് പറയുന്ന സെറ്റ് നോക്ക്, ഈ ബി എന്ന് പറയുന്ന സെറ്റ് നോക്ക്. ഈ ബിയിലുള്ള എല്ലാ എലമെന്റ്സും എവിടെ ഉണ്ട്? സിയിലും ഇല്ലേ? ഓക്കെ, ഇങ്ങനെ ഇൻഫിനിറ്റി ആയിട്ട് പോവുകയാണ്. ഇവിടെയും ഈ സി എടുക്കുമ്പോൾ ഇതെന്താണ്? ഇങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട്. ഇൻഡിജേഴ്സ് ആണ്, സോ മൈനസ് ഇങ്ങോട്ടും പോകുന്നുണ്ട്, പോസിറ്റീവ് അങ്ങോട്ടും പോകുന്നുണ്ട്. ബിയിലുള്ള എല്ലാ എലമെന്റ്സും എവിടെ ഉണ്ട്? സിയിലുണ്ട്. സോ ബി സബ്സെറ്റ് ഓഫ് സി ആണ്. ബി എന്ന് പറയുന്ന ആരാണ്? ഹോൾ നമ്പേഴ്സ് ആണ്. സി എന്ന് പറയുന്ന ആരാണ്? ഇൻഡിജേഴ്സ് ആണ്. ഹോൾ നമ്പർ സബ്സെറ്റ് ഓഫ് ഇൻഡിജർ. അതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്ന ഡബ്ല്യു സബ്സെറ്റ് ഓഫ് ഇസഡ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കും, ഈ എൻ സബ്സെറ്റ് ഓഫ് ഡബ്ല്യു സബ്സെറ്റ് ഓഫ് ഇസഡ് എന്നല്ലേ കൊടുത്തിരിക്കുന്നത്. അതായത് ഈ നാച്ചുറൽ നമ്പർ ഈസ് ഓൾസോ എ സബ്സെറ്റ് ഓഫ് ഇൻഡിജർ. ഇൻഡിജറിന്റെ ഒരു സബ്സെറ്റ് ആണ് ആര്? നാച്ചുറൽ നമ്പർ. നോക്കിക്കേ, 1 2 3 നമ്മൾ എടുക്കാണ്. സി ആരാണ്? 0 1 2 3. 0 വേണ്ട, നാച്ചുറൽ നമ്പർ വരുമ്പോൾ 1 2 3 തൊട്ടാ സ്റ്റാർട്ട് ചെയ്യുന്നത്. 1 2 3 ഇങ്ങനെ പോവാണ്. എയിലുള്ള എല്ലാ എലമെന്റ്സും എവിടെ ഉണ്ട്? സിയിലുണ്ട്. 3 4 ഇങ്ങനെ പോവല്ലേ. എയിലുള്ള എല്ലാ എലമെന്റ്സും സിയിലുണ്ട്. എ എന്ന് പറയുന്ന നാച്ചുറൽ നമ്പർ, സി എന്ന് പറയുന്ന ആരാണ്? ഇൻഡിജേഴ്സ്. സോ എ സബ്സെറ്റ് ഓഫ് എന്താണ്? സി ആണ്. അതായത് എൻ സബ്സെറ്റ് ഓഫ് ഇസഡ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് എൻ സബ്സെറ്റ് ഓഫ് ഡബ്ല്യു സബ്സെറ്റ് ഓഫ് ഇസഡ് സബ്സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ്. ഇൻഡിജേഴ്സ് എന്തിന്റെ സബ്സെറ്റ് ആണ്? റാഷണൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് ആണ്. അല്ലെങ്കിൽ ഇതെല്ലാം എന്തിന്റെ സബ്സെറ്റ് ആണ്? റാഷണൽ നമ്പറിന്റെ സബ്സെറ്റ് ആണ്. റാഷണൽ നമ്പേഴ്സ് നമുക്കിപ്പം ഇതിന് ഡി എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഡി എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഡി ഈക്വൽ ടു -5/1 -4/2 ഇങ്ങനെ ഏത് വേണേലും നിങ്ങൾക്ക് എഴുതാം. ഇതിപ്പോൾ റാൻഡം ആയിട്ട് ഞാൻ കുറച്ച് എടുത്ത് എഴുതിയെന്നേ ഉള്ളൂ. ഇങ്ങനെ അങ്ങ് പോകും. ഓക്കെ, ഇനി നമുക്ക് സിയിലുള്ള എല്ലാ എലമെന്റ്സും എവിടെ ഉണ്ട്? നമ്മുടെ ഈ റാഷണൽ നമ്പറിലുണ്ട്. ഇപ്പൊ ഇവിടെ -3 വരെ ഞാൻ എഴുതിയിട്ടുള്ളൂ. ഓക്കെ, -4/2 എന്ന് പറയുന്ന ആരാണ്? -2 തന്നെയല്ലേ. ഈ -2 എവിടെ ഉണ്ട്? സിയിലുണ്ട്. അതായത് സിയിലുള്ള എല്ലാ എലമെന്റ്സും എവിടെ ഉണ്ട്? ഡിയിൽ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് എഴുതിയേക്കുന്നത്. അപ്പൊ സിയിലുള്ള എലമെന്റ്സ് എവിടെ ഉണ്ട്? ഡിയിലുണ്ട്. സോ സി എന്ന് പറയുന്ന ആരാണ്? ഇൻഡിജേഴ്സ്. ഡി എന്ന് പറയുന്ന ആരാണ്? റാഷണൽ നമ്പേഴ്സ്. ഇൻഡിജർ ഈസ് എ സബ്സെറ്റ് ഓഫ് റാഷണൽ നമ്പർ. ഇനി വേറെ നിങ്ങൾ ചോദിക്കും, ഹോൾ നമ്പർ എടുക്കാം നമുക്ക്. ഓക്കെ, 0/1 1/1 2/1 ഇതെല്ലാം എന്താണ്? റാഷണൽ നമ്പർ P/Q ഫോമിലാണ്. അപ്പൊ നമ്മൾ ബി എടുക്കുക. ഓക്കെ, ബിയിലുള്ള എല്ലാ എലമെന്റ്സും എവിടെ ഉണ്ട്? ഡിയിലുണ്ട്. ബി എന്ന് പറയുന്ന ആരാണ്? ഹോൾ നമ്പർ. ഹോൾ നമ്പർ ഡി എന്ന് പറയുന്ന ആരാണ്? റാഷണൽ നമ്പർ. അപ്പൊ ഡബ്ല്യു സബ്സെറ്റ് ഓഫ് ക്യൂ എന്ന് നമുക്ക് എഴുതാൻ കഴിയേ. ഇതെല്ലാം എവിടെ ഉണ്ട്? റിയൽ നമ്പേഴ്സിലുണ്ട്. കാരണം ഇത്രയും നമ്പേഴ്സ് എവിടെ ഉണ്ട്? റിയൽ നമ്പേഴ്സിൽ ഉണ്ടെന്നാണ് പറയുന്നതല്ല, അങ്ങനെ തന്നെയാണ്. കാരണം റിയൽ നമ്പേഴ്സ് എന്താണ്? എല്ലാ നമ്പേഴ്സും അടങ്ങിയിട്ടുള്ളൊരു സെറ്റാണ് റിയൽ നമ്പേഴ്സ്. സോ ഇതിന്റെ എല്ലാം ഒരു റിയൽ നമ്പറിന്റെ ഒരു സബ്സെറ്റ് ആണ് എന്ത്? ഇതെല്ലാം നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ ഇറാഷണൽ നമ്പേഴ്സും എന്താണ്? റിയൽ നമ്പേഴ്സിന്റെ ഒരു സബ്സെറ്റ് ആണ്. ഓക്കെ.